ഹലോ മുത്തുമണീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദിരാജ് വ്ളോഗ്സ്. ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്ന ബട്ടൺ കൂടി പ്രസ് ആക്കാൻ മറക്കല്ല കേട്ടോ. അപ്പം നമ്മളിന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് പാർട്ടി വെയർ കളക്ഷൻസും നോർമൽ വെയർ കളക്ഷൻസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പാർട്ടി വെയർ കളക്ഷൻസിൽ മോസ്റ്റ്ലി പാർട്ടി വെയർ കളക്ഷൻസ് എല്ലാം തന്നെ 1499 ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് 2 ഗ്രൂപ്പാണുള്ളത്. രണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്കാണ് നമ്മൾ ഇടുന്നത്. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പാർട്ടി വെയർ കളക്ഷൻസും നോർമൽ വെയർ കളക്ഷൻസുമാണ് അപ്ലോഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡ് സ്റ്റോക്ക്, അതായത് നമ്മുടെ ഓൺ സ്റ്റോക്ക് കളക്ഷൻസ് ആണ്. അത് റേറ്റ് 699, 599 തൊട്ട് 1000 വരെയുള്ള മെറ്റീരിയലാണ് നമ്മൾ അതിൻ്റെ അത് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത്. അതായത് നോർമൽ കളേഴ്സും അതുപോലെ തന്നെ നോർമൽ വെയറുമാണ് അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. സെറ്റുമുണ്ട്, സെറ്റ് സാരീസൊക്കെ നമ്മുടെ ഹാൻഡ് സ്റ്റോക്ക്, നമ്മുടെ കയ്യിൽ ഓൺ സ്റ്റോക്ക് ഇരിക്കുന്ന മെറ്റീരിയൽസ് ആണ് അതിൻ്റെ അകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ആ ഒരു മെറ്റീരിയലും കൂടെ വാങ്ങി നമ്മൾ സപ്പോർട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൺ സ്റ്റോക്ക് എടുത്തതാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നന്നായിട്ട് സെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇനിയും വെറൈറ്റീസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഹാൻഡ് സ്റ്റോക്കിൻ്റെ ഗ്രൂപ്പിൽ കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ആരും മറക്കരുത്. ദയവായിട്ട് എല്ലാവരും ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്താൽ മാത്രം പോരാ, ഇടയ്ക്കിടയ്ക്ക് ലെഫ്റ്റ് ആവാനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദയവായി ജോയിൻ ചെയ്യാതിരിക്കുക. പിന്നെ അപ്ഡേഷൻസ് വന്നു കഴിയുമ്പോഴേ അന്നേരം ലെഫ്റ്റ് അടിക്കുന്ന ആൾക്കാരുണ്ട്. മാക്സിമം അങ്ങനെയുള്ള ആൾക്കാർ അപ്ഡേറ്റ് വരാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാതെ ഇരിക്കുക. ജോയിൻ ചെയ്യാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരാൾ ലെഫ്റ്റ് ആവുന്ന കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാനായിട്ട് പല ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനും ആഗ്രഹം കാണും. എന്ത് കാരണം കൊണ്ടാണ്, പേഴ്സണലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണോ ലെഫ്റ്റ് ആവുന്നത്. ഒരു പരിധിവരെ ചിലപ്പോൾ അവർ നമുക്കൊരു മെസ്സേജ് പോലും അയച്ചിട്ടുണ്ട് ആൾക്കാരായിരിക്കില്ല, ചുമ്മാ അപ്ഡേഷൻ വരുമ്പോഴേ പെട്ടെന്ന് ലെഫ്റ്റ് ആവും. അപ്പോൾ അവരാരെങ്കിലും ഓർക്കും എന്തെങ്കിലും പ്രശ്നമായിട്ടായിരിക്കും ഇവർ ലെഫ്റ്റ് ആവുന്നതെന്ന്. മറ്റുള്ള മെമ്പേഴ്സിന് ഒരു ഇത് തോന്നാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി വെക്കരുത്. ദയവായി നിങ്ങൾക്ക് അങ്ങനെയുള്ളവരാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാതിരിക്കുക. നമുക്ക് ഡെയിലി അപ്ഡേഷൻസ് ഉണ്ട്. അതൊരു 100-300 ഫോട്ടോസ് ഡെയിലി അപ്ഡേറ്റ്സ് വരുന്നതാണ്. അത് അഫോർഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. പിന്നെ ഗ്രൂപ്പിൽ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണോ അല്ലയോ എന്ന് നിങ്ങൾ മാക്സിമം നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് പറ്റുന്നതാണോ എന്നറിയാനായിട്ട് നിങ്ങളൊന്ന് മെസ്സേജ് അയച്ച് സംസാരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് അടിക്കുക. അത്രമാത്രം എനിക്ക് പറയാനായിട്ടുള്ളൂ. ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. വിചിത്രയുടെ സിൽക്കും വിചിത്ര മെറ്റീരിയൽസൊക്കെയാണ് ഇന്ന് ട്രെൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു മെറ്റീരിയലിന് 1150 രൂപയാണ് റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് വേഗം കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പം പിന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ അതിൻ്റെ അകത്ത് അപ്ഡേറ്റ്സ് വരുമ്പം നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ കസ്റ്റമേഴ്സുണ്ട്. ആ ഒരു ഗ്രൂപ്പിൽ 2 അഡ്മിൻ നമ്പറുകളാണുള്ളത്. ആ 2 അഡ്മിനിൽ ഏത് അഡ്മിൻ നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ എടുക്കാവുന്നതാണ്. നമുക്ക് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വരുന്നത്. COD ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കസ്റ്റമേഴ്സിന് അത് അഫോർഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അംഗീകരിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ദയവായി ജോയിൻ ചെയ്യാതിരിക്കുക. നമ്മളെന്തായാലും ആരെയും ഫ്രോഡാക്കാനോ പറ്റിക്കാനായിട്ടോ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് മെനക്കെട്ടിരുന്ന് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. നമ്മൾക്ക് പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിലോട്ട് മാക്സിമം നേരത്തെ തന്നെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഓർഡർ എടുക്കുക, അത് കറക്റ്റായിട്ട് പ്രോപ്പർ ടൈമിൽ നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കാണെങ്കിലും പിന്നീടാണെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാനായിട്ടുള്ളൊരിത് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ, വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യുക. അത് ഞാൻ പറയുന്നുണ്ട്. കറക്റ്റ് 7 ദിവസമോ അല്ലെങ്കിൽ 5 ദിവസത്തിനുള്ളിലോ നമ്മുടെ സാധനങ്ങളൊന്നും തന്നെ ഹാൻഡ് സ്റ്റോക്ക് ഒഴിച്ച് ബാക്കി ഈ വക സാധനങ്ങളൊന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല. കാരണം ഇതെല്ലാം കേരളത്തിന് പുറത്തുനിന്നാണ് വരുന്നത്. സൂററ്റിൽ നിന്നും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്നും ഒക്കെയാണ് കൂടുതലും നമ്മുടെ ഐറ്റംസ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡിലേ ഉണ്ടാവും, മാക്സിമം ഡിലേ ഉണ്ടാവും എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു 10 ദിവസം, മിനിമം ഒരു 10 അല്ലെങ്കിൽ 12 ദിവസത്തിനുള്ളിൽ. ഇന്ത്യ പോസ്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 12 ദിവസം പിടിക്കുന്നുണ്ട് ഇപ്പം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഓർഡേഴ്സ് ഈ പെരുന്നാളിൻ്റെ സീസണൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ഓർഡേഴ്സ് ഇങ്ങനെ വരുന്നതുകൊണ്ട് ഇന്ത്യ പോസ്റ്റിൽ ഭയങ്കര ഡിലേ ആണ്. കാരണം അവർ മാക്സിമം അടിക്കാവുന്നതേ അടിച്ചെന്ന് വിടുകയുള്ളൂ. പിന്നെ നിങ്ങൾ മാക്സിമം അല്ലാത്ത കൊറിയർ, ട്രാക്കോൺ അങ്ങനെയുള്ള കൊറിയേഴ്സൊക്കെ വേറെയുണ്ട്. അതൊക്കെ ഓഫീസിൽ പോയി കളക്ട് ചെയ്യണം എന്നുള്ളൊരു ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രോഡക്റ്റ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പുറത്ത് പോയി ഒരു ഷോപ്പിൽ പോയി ഒരു സാധനം മേടിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങണം എന്തായാലും. അങ്ങനെ പറ്റുന്നില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ഇന്ത്യ പോസ്റ്റിൽ പറയുന്നത്. ഇന്ത്യ പോസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഹോം ഡെലിവറി ഉണ്ട്. ഏത് റൂറൽ ഏരിയ ആണെങ്കിലും അർബൻ ഏരിയ ആണെങ്കിലും
ഇത് ഉണ്ട്. DTDC ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ്, DTDC ആണെന്നുണ്ടെങ്കിൽ അത് ടൗൺ ടു ടൗൺ ആണ് ഇത് വരുന്നത്. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ 699 ഫ്രീ ഷിപ്പിങ്ങിൻ്റെ ഐറ്റംസ് ആണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ കാണാം. ചിലപ്പോൾ ഇന്നൊരു ഹാൻഡ് സ്റ്റോക്കിൻ്റെ വീഡിയോ ഇടാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ് മാക്സിമം ഇടാത്തത്. ഇവിടെ മഴയാണ്, അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു സെറ്റപ്പ് ആയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആ വീഡിയോ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ബൈ.